നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുമായിട്ട് ബിഗ് ബോസ് താരം റോബിൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അല്ലേ. ആ പോസ്റ്റ് നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ റോബിൻ അങ്ങോട്ട് സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റു. കാരണം ഇവൻ്റെ ഉള്ളിൽ കിടന്ന സംഗീസം ഉണ്ടല്ലോ, അത് നേരെ പുറത്തേക്ക് വന്നു. കാരണം ഇവൻ ഒരു BJP മെമ്പർഷിപ്പ് ഉള്ളവനല്ല, അല്ലെങ്കിൽ ഒരു RSSൻ്റെ ആശയം ഉൾക്കൊള്ളുന്നവനല്ല, ഡോക്ടറും കൂടെ ആണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം ചില ഡോക്ടർമാർ, ചില വക്കീലന്മാർക്കൊക്കെ കിളി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള ആളുകളൊക്കെ ഈ സംഘിപ്പാളയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഹിൻഡ് കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടും. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്ക് ചില ആളുകൾ അതിന് കമൻ്റ് ഇടും, നീ സംഘിയായോ അല്ലെങ്കിൽ നീ ചാണകം ചവിട്ടിയോ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഇത് ഇടുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയാണ്. കാരണം ഇവർക്ക് അതിനകത്തോട്ടൊന്ന് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ആളുകൾ എന്നെക്കുറിച്ച് ഇങ്ങനെ സംഖ്യയാണോ, നീ ചാണകം ചവിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ സംഖ്യയാക്കി, പണ്ടത്തെ മറ്റേ സിനിമയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ, നിങ്ങൾ എന്നെ സംഖ്യയാക്കി, കാരണം നിങ്ങളുടെ ഈ കമൻറ്റുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ സംഖ്യയായത് എന്ന് പറയണ്ടേ. അതിനുവേണ്ടിയാണ് ഈ വേട്ടാവളിയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. എന്തായാലും ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു. അതിനൊരു ബദൽ വീഡിയോ ആയിട്ട് ഇവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഞാനൊരു സംഖ്യയാണ്, ഞാൻ അമിത്ഷാജിയെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നരേന്ദ്രമോദിജിയെ ഇഷ്ടപ്പെടുന്നു, ഞാൻ രാജീവ് ചന്ദ്രശേഖർ ജിയെ ഇഷ്ടപ്പെടുന്നു, ഞാൻ സുരേന്ദ്രൻ ജിയെ ഇഷ്ടപ്പെടുന്നു. നീ ആരെ ഇഷ്ടപ്പെട്ടാലും ഇവിടെ ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് ഇവിടെ ഒരു പുല്ലുമില്ല. നീയല്ല നിന്റെ അപ്പുറത്തവൻ ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു പുല്ലും പൊഴിഞ്ഞു പോകാനില്ല. ഇപ്പൊ CPM-ന്റെയും കോൺഗ്രസിന്റെ ഒക്കെ എത്രയോ നേതാക്കന്മാർ ഈ പറയുന്ന സംഘിപ്പാളയത്തിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ നിന്നെപ്പോലെ ഒരുത്തന് അതിനകത്തോട്ട് പോയതുകൊണ്ട് അവർക്കും വലിയ പ്രയോജനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഇതിന്റെ ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാ. അപ്പൊ അതുകൊണ്ട് ഈ ഊള ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവന് ഏതോ ഒരു ആള് വിളിച്ചിട്ട് പറയുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നേരത്തെ മുൻകൂട്ടി ഇവനൊരു ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ വിളിക്കുന്ന ആള് കൃത്യമായിട്ട് ഇവനെ വിളിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊരു കമൻ്റ് അറിയിക്കണം കേട്ടോ. കാരണം ഇതുപോലുള്ള വേട്ടാവളിയന്മാരൊക്കെ ഇതിനകത്ത് പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇവനിപ്പോൾ കൊല്ലത്ത് മത്സരിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണി മൂന്തൻ പാലക്കാട് മത്സരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തൊക്കെയോ എന്തോരോ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതല്ല. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്തായാലും കുഴഞ്ഞ അവിയൽ വരുവാന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നാട്ടിൽ മൊത്തത്തിൽ വർഗീയതയുടെ കൂമ്പാരം ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വൃത്തികെട്ട ഊളകൾ. ഇതൊന്ന് കണ്ടു നോക്കാം. ഹലോ, ഇതാരാണ്? നമ്മുടെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചല്ലോ. ആരാ ഇത്? ആണോ? ഞാനാണല്ലോ റോബിൻ. എന്താ പ്രശ്നം മോനെ, പറഞ്ഞോ. ടീം വിളിക്കും, അപ്പൊ അവർക്കൊന്ന് സംസാരിക്കാനുണ്ടോ? ഏത് ടീമാ വിളിക്കുന്ന? അല്ല പറഞ്ഞോ, ഏത് ടീമാ വിളിക്കുന്നതെന്ന് പറഞ്ഞോ. BJP-യുടെ ടീമാന്ന് തോന്നുന്നു. BJP-യുടെ ടീമാ? BJP-ക്കാര് ഇലക്ഷൻ എടുക്കണം. ആണോ? ഓഹോ, ഓക്കെ. ഇതാരാണ്? താങ്കൾ ആരാണ്? അല്ലല്ല, പേര് പറഞ്ഞോ മോനെ. നിന്റെ പേര് പറഞ്ഞോ. എന്താ പേര്? എന്തിന് പറഞ്ഞോ, പേര് പറഞ്ഞോ. എന്തിനാടാ? എടാ പേര് നീ പറഞ്ഞോ, പേര് പറഞ്ഞോ. നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം നിനക്ക്? നീ BJP എന്തോ കേരളം മറിക്കൂന്നെന്തോ പറയണ്ടായി. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. അല്ല, എനിക്ക് BJP ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എനിക്കൊന്നും നിന്റെ അടുത്ത് ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? നീ ആരാണ്? എടാ നിന്റെ പേര് പറ മോനെ, നിന്റെ പേര് പറ. നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ പേര് പറ. എവിടെ നിന്ന്? നിന്റെ പേരും വീടും പറ. നീ എവിടെ നിന്ന്? എടാ കണ്ടുപിടി. എടാ നിന്റെ പേര് പറടാ. എന്തോ നീ എന്തോ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം? എന്താ പ്രശ്നം നിനക്ക്? എന്താ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നീ നിനക്ക്? എടാ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ? എന്തേ BJP? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളം BJP ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഓ, അത് എന്തെങ്കിലും ആവട്ടെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, സ്വപ്നം ആയിക്കോട്ടെ. സ്വപ്നം എന്തേ? സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം? സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത്? നീ എന്തിനു വിളിച്ചതെന്ന് നീ പറ. നിന്റെ ടീമല്ല, നീ പറയടാ. ഓ, തീട്ടം. ഓഹോ, അത്ര ഉള്ളടാ. നീ എന്തോ എന്നെ കട്ട് ചെയ്താ? നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിൻ രാധാകൃഷ്ണൻ. സോ നിങ്ങളിപ്പോ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ്.
കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ ബുട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു, എന്റെ സ്ഥലം എവിടെയാണ്, എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു ഭീഷണിയും കൂടെ. റോബിന്റെ അടിയന്തരമാണ്, അവരുടെ സൂക്ഷിച്ചോളം പറഞ്ഞു. സോ അപ്പം സ്റ്റാഫ് പാനിക്കായി എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളിപ്പോ കണ്ടത്. അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവന്റെ ഏതൊരു ടീമൊക്കെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ BJP-നെ സപ്പോർട്ട് ചെയ്യും, BJP-നെ എനിക്ക് ഇഷ്ടമാണ്, എന്റെ നിലപാടിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട. അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്ലി എക്സ്പോസും ചെയ്യും, നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുതേ. നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. നീ നിന്റെ ഇഷ്ടത്തിന് പോകുന്നതിന് ഇവിടെ ആരും എതിരല്ല. നീ BJP പോവോ, നീ RSS പോവോ, നീ അതിനെക്കാട്ടിൽ മുന്തിയ ഐറ്റത്തിൽ പോയാലും ഇവിടെ കേരളത്തിലെ മലയാളികൾക്ക് ഒരു രോമം പോലും പൊഴിഞ്ഞു പോകാനില്ല. നീ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളില്ലേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, നീ ഇപ്പം ആ പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം നീ ഒരു വീഡിയോ ചെയ്യുന്നു. ഇപ്പതേ ഈ വീഡിയോ തന്നെ നീ ഇപ്പൊ കൊണ്ടുവന്നത് നീ BJP അല്ലെങ്കിൽ നീ RSS, നീ ചാണകമാണ് എന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാ. നീ ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും, നീ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു പുല്ലും കേരളത്തിലെ ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നിന്നെ പോലുള്ള വിവരം കെട്ടവന്മാരുണ്ടല്ലോ, അതായത് തലയ്ക്ക് വെളിവില്ലാത്ത, നീ ഒരു ഡോക്ടർ അല്ലടാ ഒന്നുമില്ലെങ്കിലും, നിനക്കറിയാലോടാ BJP അല്ലെങ്കിൽ RSS അവരുടെ ആശയം എന്താണ്, അവര് ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ. നിന്റെ മുമ്പിൽ വരുന്ന ജനങ്ങളോട് നീ ഏത് രീതിയിലായിരിക്കും നീ അവരോട് ഇടപെടാൻ പോകുന്നത്? കാരണം RSSന്റെ വിചാരധാര എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം, ഏത് രീതിയിലൊക്കെ നിൽക്കണം എന്നുള്ളത്. ഒരു ഡോക്ടറായിട്ടുള്ള നിനക്ക് അതിന് പറ്റും. അപ്പം നിന്റെ ഈ ഉഡായിപ്പ് പരിപാടികളൊക്കെ ഇല്ലേ, ഇപ്പം നിന്റെ ഇപ്പം ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ അൺഫോളോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. പിന്നെ നിനക്ക് ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നത് കുറച്ച് സംഖ്യകളും കുറച്ച് ക്രിസംഖ്യകളുമായിട്ടുള്ള അവരുടെ ഒരു സപ്പോർട്ട് നിനക്ക് നന്നായിട്ട് കിട്ടും. എടാ, നിന്നെക്കാട്ടി വലിയവന്മാര് ഇവിടെ കിടന്നിട്ട് തലകുത്തി മറിഞ്ഞിട്ട് അവരെ വിരിയിച്ചതിന്റെ കേട് ഇപ്പോഴും മാറിയിട്ടില്ല, അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം, അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് ബോധ്യമുണ്ട്. ഇനി അതല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ചാണകം ചവിട്ടാനാണ് തീരുമാനമെങ്കിൽ വടക്കേ ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങൾ എന്താണോ നടക്കുന്നത് അത് നമ്മുടെ കേരളത്തിൽ നടക്കാൻ വലിയ താമസമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ട് നിന്റെ ഒന്നും അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ട് നിന്റെ ഒന്നും ഈ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാം. അപ്പോൾ ഇതുപോലത്തെ ഉഡായിപ്പ് നമ്പറുകളായിട്ടൊന്നും നീ ഇനി വീഡിയോയിൽ വന്നിട്ട് ഷോ കാണിക്കാൻ നിന്നാൽ ഇതുപോലത്തെ ഉഡായിപ്പ് വേലയായിട്ടൊക്കെ വന്ന് സ്വയം നാറാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും